ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആമുഖമായിട്ട് ഈ ഒരു സെഷൻ ഉദ്ദേശിക്കുന്നത് 3 പാനലിസ്റ്റുകളും അവരവർക്ക് ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ള അവരവർക്ക് നൽകിയിട്ടുള്ള സബ്ജക്റ്റ് വൈസ് വിഷയബന്ധിതമായിട്ട് അവർ സംസാരിക്കും. ആ സംസാരിക്കുന്നതിൽ നിന്ന് കേൾവിക്കാരായ നിങ്ങൾക്കുണ്ടാകുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ ഓരോ ചോദ്യങ്ങൾ നീണ്ടുപോകാതെ സമയബന്ധിതമായി തന്നെ തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അപ്പോൾ ആ രീതിയിലായിരിക്കും ഇത് അറേഞ്ച് ചെയ്യുന്നത്. ഓരോ പാനലിസ്റ്റുകളും അവരവർക്ക് നൽകിയിട്ടുള്ള വ്യത്യസ്ത സബ്ജക്റ്റുകളായതുകൊണ്ട് തന്നെ അവർക്ക് ലഭ്യമായ സമയത്ത് അതേക്കുറിച്ച് അവർ സംസാരിക്കും. ആ സംസാരിച്ചതിന് ശേഷമായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചോദ്യങ്ങൾക്കുള്ള സമയം കിട്ടുന്നത്. അതനുസരിച്ച് നിങ്ങൾക്കറിയാം, ഞാൻ ഈ പാനലിസ്റ്റുകളൊന്ന് പരിചയപ്പെടുത്തുന്നതിന് മുന്നോടിയായിട്ട് എന്താണ് ഇങ്ങനെയുള്ള സംവാദങ്ങളുടെ പ്രസക്തി എന്നുള്ളതിനെക്കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ലോകക്രമം ആകെ മാറിയിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഒരു ടെക്നോളജി റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായി ചിന്തകൾ അടിമപ്പെട്ട ഒരു ലോകക്രമത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ടെക്നോ ഫ്യൂഡലിസം വാട്ട് കിൽഡ് ക്യാപിറ്റലിസം, ഈ ഒരു പുസ്തകം എഴുതിയത് വെരിഫാക്കിസ് എന്ന് പറയുന്ന ഗ്രീക്ക് എക്കണമിസ്റ്റാണ്. അദ്ദേഹം ഗ്രീസിലെ ഫൈനാൻസ് മിനിസ്റ്റർ കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിന്തകളെ എങ്ങനെയാണ് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ ചിന്തകളെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഇന്ന് ലോകം 3-4 കമ്പനികളിൽ അധിഷ്ഠിതമായിട്ട് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാത്ത, ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുമില്ലാത്ത കമ്പനികളാണെന്ന് ലോകം ഭരിക്കുന്നത്. അപ്പോൾ അവിടെ ലോകം എന്ത് ചിന്തിക്കണം, മനുഷ്യർ എങ്ങനെ ചിന്തിക്കണമെന്ന് ആദ്യമേ അവർ പ്രോഗ്രാം ചെയ്തു വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, മെറ്റ ആയാലും ഫേസ്ബുക്ക് ആയാലും ഊബർ പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം, അതിൽ പ്രൊഡക്ഷനൊന്നും ഇല്ലാതെ തന്നെ വരുമാനം കരഗതമാക്കുന്ന കമ്പനികൾ. അപ്പോൾ അവരുടെ രീതികളും അവരുടെ ചിന്തകളും അവരെന്താണോ ഇത് തുടർന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ക്രമപ്പെടുത്തിയിട്ടുള്ള രീതിയിൽ. അപ്പോൾ ആ ചിന്തകളിൽ നമ്മളുടെ ചിന്തകളെ ഹൈജാക്ക് ചെയ്തു എന്നുള്ളതുകൊണ്ട് തന്നെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ശ്രദ്ധിക്കാനുള്ള ആ ഒരു സമയം, ആ ശ്രദ്ധിക്കാനുള്ള സമയം അഡൾട്ടിന് അത് 20 മിനിറ്റ് ആയിരുന്നെങ്കിൽ ഇന്ന് ആ 20 മിനിറ്റിൽ നിന്നും വളരെ കുറഞ്ഞത് മിനിറ്റുകളായി ചുരുങ്ങി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ആ ഒരു ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവരാനും വായനയുടെ ലോകത്തിലേക്ക് നമ്മളെ പുതിയ തലമുറയെ, അല്ലെങ്കിൽ കഴിഞ്ഞ തലമുറയും അതിൽ ഭാഗവെക്കാണ്. കാരണം കോവിഡാനന്തര കാലം എന്ന് പറയുന്നത് നമ്മൾ ടെക്നോളജിയുടെ അടിമകളായി പോയൊരു കാലഘട്ടമാണ്. അപ്പോൾ അവിടെ ചിന്തകളിലേക്ക് തിരികെ കൊണ്ടുവരിക, വായിക്കാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക, അതിനുവേണ്ടി ശ്രദ്ധിക്കാനുള്ള ഒരു എക്സസൈസ് എന്ന രീതിയിലും ഈ ഒരു സംവാദത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെവിടെയാണുള്ളതെന്നുള്ളതിനെക്കുറിച്ച്. ഒരു ഒട്ടകം, കുഞ്ഞൊട്ടകം അതിൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്, നമ്മുടെ മുതുകത്ത് എന്തിനാണ് ഈ ഒരു പൂഞ്ഞ, അതെന്തിനാന്ന് ചോദിച്ചപ്പോൾ അമ്മ ഗർവോട് കൂടി തന്നെ പറഞ്ഞു, അത് മണലാരണ്യത്തിലൂടെ നമ്മൾ നടന്ന് നീങ്ങുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വെള്ളം കിട്ടാത്ത അനേകം സന്ദർഭങ്ങളുണ്ടാവും. അപ്പം ഇതിൽ നിന്നുള്ള കൊഴുപ്പ് അടിച്ചെടുത്തുകൊണ്ടാണ് നമ്മൾ ദാഹം ശമിപ്പിക്കുന്നതും കൂടുതൽ ദൂരം വെള്ളമില്ലാതെ കഴിഞ്ഞുകൂടുന്നതും. പിന്നെ എന്തിനാണ് ഈ കട്ടി കൂടിയ പുരികങ്ങൾ, ഇപ്പോൾ ഈ ഒരു ഐലാഷസ്, കൺപീലികൾ, ഈ കട്ടി കൂടിയത് എന്തിനാണെന്നുള്ള ചോദ്യം വന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, അത് മണലിലൂടെയാണ് നമ്മുടെ സഞ്ചാരം, നമ്മൾ മരുഭൂമിയിൽ വസിക്കുന്നവരാണ്. അപ്പം മണൽക്കാറ്റ് ഏൽക്കാതിരിക്കാനും അത് കണ്ണിലേക്ക് മണ്ണ് പടർന്ന് കയറാതിരിക്കാനും കണ്ണിനെ സംരക്ഷിക്കാനാണ് ഈ കട്ടിയുള്ള കൺപീലികൾ എന്ന് പറഞ്ഞു. പിന്നീട് നീളമുള്ള കാലുകളെ ചോദിച്ചു. അപ്പോൾ കൂടുതൽ നടക്കേണ്ടതുകൊണ്ട് തന്നെ ആ നടപ്പിനെ ക്ഷീണമില്ലാതെ നടന്നു പോകാൻ ഉതകുന്ന രീതിയിലാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നീളമുള്ള കാലുകളാണ്. മറ്റുള്ള ജന്തുക്കൾക്കില്ലാത്ത പോലെ കുളമ്പിൽ 2ആയിട്ട് പകത്തില്ലാത്ത ഒരു ഒറ്റയായിട്ട് നിൽക്കുന്നത്, അത് മണ്ണിൽ പൊതഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ സംവിധാനിച്ചിട്ടുള്ളതെന്ന് അമ്മ ഗർവോടെ പറയുമ്പോൾ ആ കുഞ്ഞമ്മയോട് ചോദിക്കുന്നത്, പിന്നെ എന്ത് പണ്ടാരടക്കാനാണ് നമ്മൾ ഈ സൂവിൽ ഇങ്ങനെ കെട്ടിപ്പണഞ്ഞ് കിടക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമുക്കൊരുപാട് അനുഗ്രഹങ്ങളുണ്ട്, നമ്മളെല്ലാവരും ബ്ലെസ്ഡ് ആണ്, ഒരുപാട് കഴിവുകളുമായിട്ട്. ആ കഴിവുകളൊക്കെയും നമുക്ക് പ്രകടിപ്പിക്കാനുള്ള മേഖലകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളൊക്കെയും ഏതോ ഒരു തടങ്കൽ പാളയത്തിൽ, ആരുടെയൊക്കെയോ അതിരുകൾ നിർണയിച്ചിട്ടുള്ള ആ പാളയത്തിൽ അടങ്ങി നിൽക്കുമ്പോൾ ഈ കഴിവുകൾ നമുക്ക് പുറത്തേക്കെടുക്കാൻ പറ്റാതെ പോകുന്നുള്ളതാണ്. അപ്പോൾ അവിടെ മാറ്റങ്ങളിലേക്ക്, കാര്യങ്ങളിലേക്ക്, കടന്നുവരവിൻ്റെ ലോകത്തേക്ക്, ചിന്തകളുടെ ലോകത്തേക്ക് നമ്മളെ തിരിച്ചു പിടിക്കാൻ നമുക്ക് ഉതകുന്ന രീതിയിൽ ഇങ്ങനെയുള്ള സംവാദങ്ങൾ ഉണ്ടാകട്ടെ. ഇനിയും നമ്മുടെ മുമ്പിലേക്ക് 3 പാനലിസ്റ്റുകളാണുള്ളത്. ആ പാനലിസ്റ്റുകൾ ഒരാൾ അഖിൽ പി ധർമ്മജനാണ്. 1993 ആലപ്പുഴ ജില്ലയിലെ പാതിരപ്പള്ളിയിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു കൃതി നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത്, ഓജോ ബോർഡ് എന്ന് പറയുന്നത്, ഈ റാം കെയർ ഓഫ് ആനന്ദി ചൂടപ്പം പോലെ വിറ്റുപോയ ഒരു നോവലാണ്. അപ്പോൾ അത് തന്നെ വായനയുടെ ലോകത്ത് ചില ആളുകൾ അദ്ദേഹത്തെ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കോൺട്രാവേഴ്സിയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റെന്നും ഞാൻ വിശ്വസിക്കുന്നു. അത് സംസാരത്തിലൂടെ നമുക്ക് കാണാം. അപ്പോൾ പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത 3 പ്രതിഭകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്നാലും ഒരു മോഡറേറ്റർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആങ്കർ എന്നുള്ള രീതിയിൽ ഇവരെ പരിചയപ്പെടുത്തേണ്ട ഒരു ജോലി അതിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളതുകൊണ്ടാണ്. സുഭാഷിനെ നമുക്കറിയാം, നമ്മുടെ നാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ പ്രതിവിഷം എന്ന് പറയുന്ന ഒരു കൃതി ഈ അടുത്താണ് എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പോൾ വായനയുടെ ലോകത്ത് സുഭാഷിനെ ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട, നമ്മുടെ നാട്ടുകാരനാണ്, ഒട്ടുംപുറം സ്വദേശിയാണ്. അപ്പോൾ മണ്ണിൻ്റെ മണമുള്ള കഥകളൊന്നും അദ്ദേഹത്തിൻ്റെ തന്നെ വഴികളിൽ കണ്ടെത്തുന്ന, അദ്ദേഹത്തിൻ്റെ കഥകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും ലൊക്കേഷൻ, നടന്നു വരുന്ന വഴികളിൽ ആൽബസാറ് കടന്നു വരുന്നുണ്ട്, അതേപോലെ നമ്മുടെ തന്നെ വഴിത്താരകളുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നിലുള്ളത്, അദ്ദേഹത്തിൻ്റെ 4 ചുറ്റുകളിൽ നിന്ന് കഥകൾ മെനയുന്ന ഒരു വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തെ ഞാൻ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഖിൽ, താങ്കളെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ എൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയുമ്പം ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വന്നതോടൊപ്പം തന്നെ എന്നെ ആദ്യം വിളിച്ചത് അദ്ദേഹമാണ്. അപ്പോൾ ആ വിളിച്ചത് ഷംസുദ്ദീൻ മുബാറക്ക്. അദ്ദേഹം ദായിഷ് എന്ന് പറയുന്ന ഒരു മനോരമ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ ഉപജ്ഞാതാവാണ്, അല്ലെങ്കിൽ എഴുത്തുകാരനാണ്. മരണപര്യന്തം, മലപ്പുറം മനസ്സ്, ഇങ്ങനെയുള്ള വളരെ പ്രശസ്തമായ കൃതികൾ അദ്ദേഹത്തിനായിട്ടുണ്ട്. അപ്പോൾ ഫോർമർ പ്രസിഡന്റ് ഓഫ് കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് ആൻഡ് മലപ്പുറം പ്രസ് ക്ലബ്, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ കാര്യങ്ങളിലേക്ക് കടക്കാൻ നമുക്ക്. അപ്പോൾ മാറ്റത്തിന് വേണ്ടി നിങ്ങൾ റെഡിയാണോ? മാറ്റത്തിന് റെഡിയാണോ നിങ്ങൾ? അപ്പോൾ മാറ്റം എങ്ങനെയാണ് ഉണ്ടാകുന്നത് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ വെറുതെ ഒരു ഐസ് ബ്രേക്കറെന്നോ എനർജൈസറെന്നോ പറയാവുന്ന രീതിയിൽ ഒന്ന് സഹകരിക്കാവോ? അപ്പോൾ കൈകളിലുള്ള എല്ലാ സാധനങ്ങളൊന്ന് പുറത്തേക്ക് വെക്കുക, കൈകൾ ഫ്രീ ആക്കുക, പതുക്കെ 2 കൈകൾ നീട്ടി പിടിച്ചോളൂ, ഒന്ന് സഹകരിക്കാൻ ശ്രമിക്കുക. 2 കൈകളും ചേർത്ത് പിടിക്കുക, വിരലുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചോളൂ. അപ്പോൾ ഇതിൽ നിങ്ങളുടെ തള്ളവിരൽ, തമ്പ് ഏത് കൈയുടെയാണ് മുകളിൽ വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചാൽ മതി. വലത് കൈയാണോ? വലത് കൈയുടെ തള്ളവിരലാണോ? ഇടത് കൈയുടെ തള്ളവിരലാണോ? ഏതാണ്? വലത് കൈയാണ് മിക്കവാറും ആൾക്കാർ വന്നിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഇത് നമ്മൾ പ്രവർത്തിച്ച് ശീലമായി മാറിയത് നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ്. ഇനി ഇതേപോലെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ബോധപൂർവം തന്നെ ഇടത് കൈയുടെ തള്ളവിരൽ മേലെ വരുന്ന രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുക, മാറ്റി ചെയ്തു നോക്കുക. ചെറിയൊരു അസ്വസ്ഥത തോന്നും, വിരലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പിണഞ്ഞു കിടക്കുന്നുണ്ട്, അല്ലേ? പക്ഷെ ഇതിൻ്റെ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് കൂടിയാണിത്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. മാറ്റം ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് ബോധവാനാണെങ്കിൽ എത്ര വർഷം പഴക്കമുള്ള ശീലമാണെങ്കിലും ചെറുതായിട്ട് മാറ്റിപ്പിടിക്കാൻ കഴിയും. മാറ്റം സാധ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾക്ക് കടക്കാം. ആദ്യം നമ്മളോട് സംസാരിക്കുന്നത് സുഭാഷ് ഒട്ടുംപുറാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് അനുവദിച്ചിട്ടുള്ള സമയത്തോടൊപ്പം തന്നെ ആ സമയം കഴിയുന്നതോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം കൂടിയാണ്. അപ്പോൾ ശ്രദ്ധയോടെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ.